ആഗ്രഹ സാഫല്യത്തിനായി ഏവരും വിളിക്കുന്ന ദേവിയാണ് മലയാലപ്പുഴ ഭഗവതി. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ. 5 മലകളുടെ ഭഗവതിയാണ് മലയാലപ്പുഴയിൽ ഇരിക്കുന്നതെന്നാണ് വിശ്വാസം. പരാശക്തിയായ ഭദ്രകാളിയാണ് മലയാലപ്പുഴ അമ്മ. ദാരികവധത്തിനു ശേഷമുള്ള രൗദ്രഭാവത്തിലുള്ള കാളിയാണ് മുഖ്യപ്രതിഷ്ഠ. മലയാലപ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ തുടർച്ചയായി 7 ദിവസം ദർശനം നടത്തിയിട്ടുണ്ടോ? ആഗ്രഹ സാഫല്യത്തിന് ഇതിലെ മികച്ച വഴിയില്ലെന്നാണ് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത്. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിൽ മലയാലപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് മലയാലപ്പുഴ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിന് 3000-ലധികം വർഷങ്ങളിലേറെ പഴക്കം അവകാശപ്പെടുന്നുണ്ട്. കേരളീയ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഭജനമിരുന്ന ഉത്തര തിരുവിതാംകൂർ 2 നമ്പൂതിരിമാരുടെ കൈവശമുണ്ടായിരുന്ന ഭഗവതി വിഗ്രഹത്തിൽ മൂകാംബിക ദേവിയുടെ ചൈതന്യ സാന്നിധ്യമുണ്ടാവുകയും പരാശക്തി അവർക്ക് സ്വപ്നത്തിൽ ദർശനം നൽകി അവരുടെ കൈവശമുള്ള വിഗ്രഹം മലയാലപ്പുഴയിൽ പ്രതിഷ്ഠിക്കാൻ ഉപദേശിക്കുകയും ചെയ്തുവത്രേ. തുടർന്ന് അവർ മലയാലപ്പുഴയിലെത്തി പ്രതിഷ്ഠ നടത്തുകയായിരുന്നു എന്നാണ് ഐതിഹ്യം. സർവാഭീഷ്ട വരദായിനിയായ മൂകാംബിക ദേവിയുടെ ചൈതന്യമാണ് മലയാലപ്പുഴ അമ്മയ്ക്കും. അതിനാൽ മൂകാംബിക ക്ഷേത്രത്തിലേതുപോലെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപേണയുള്ള പരാശക്തി സങ്കല്പം തന്നെയാണ് ഈ ക്ഷേത്രത്തിലും നിലനിൽക്കുന്നത്. പ്രതിഷ്ഠ നടത്തിയ സമയം രാത്രി ആയതിനാലാവാം ഭഗവതി രൗദ്രഭാവമായ കാളിരൂപത്തിലേക്ക് മാറിയിരുന്നു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഭദ്രകാളിയുടെ പ്രതിഷ്ഠ നടന്നതെന്നാണ് ഐതിഹ്യം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പ്രധാന വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത് കടും ശർക്കര യോഗത്തിലാണ്. ആയുർവേദ പച്ചമരുന്നുകൾ, വിശിഷ്ടമരങ്ങളുടെ ഭാഗങ്ങൾ, പാൽ, തൈര്, നെയ്യ്, മഞ്ഞൾ, ചന്ദനം, ശർക്കര, സ്വർണം, വെള്ളി എന്നു തുടങ്ങി ഒരുപാട് വസ്തുക്കളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഈ കടും ശർക്കര യോഗക്കൂട്ടിൽ. ഇവയാൽ നിർമ്മിതമായ വിഗ്രഹം താന്ത്രിക വിധിപ്രകാരമുള്ള പ്രാണപ്രതിഷ്ഠയിലൂടെയാണ് നിർവഹിച്ചിരിക്കുന്നത്. വിവേകാനന്ദ സ്വാമികൾ വിഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞ ലളിതവും ഗംഭീരവുമായ വാചകം ഇങ്ങനെയാണ്: കല്ല് ഈശ്വരനാണ്, പക്ഷേ ഈശ്വരൻ കല്ലല്ല. വിഗ്രഹമെന്നാൽ വിശേഷണ തത്വത്തെ ഗ്രഹിക്കാൻ കഴിയുന്നതേതോ അത് വിഗ്രഹം എന്നാണ്. ഒരു തത്വത്തെ മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും സഹായിക്കുന്നതാണ് വിഗ്രഹം എന്നാണ് അർത്ഥം. ജഗത് മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഈശ്വര തത്വത്തെ മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനുള്ള പ്രതീകമാണ് ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ. പരദേവതമാരായി പാർവതിയുടെ മടിയിലിരുന്ന് മുലപ്പാൽ കുടിക്കുന്ന രൂപത്തിലുള്ള ഗണപതിയും സ്വയംഭൂവായ ശിവനും യക്ഷി, രക്ഷസ്, മൂർത്തി എന്നീ പ്രതിഷ്ഠകളുമുണ്ട് ക്ഷേത്രത്തിൽ. ക്ഷേത്രം അതിലിന് കിഴക്ക് ആൽമര ചുവട്ടിൽ മലമാട് സ്വാമിത്തറ എന്ന പേരിൽ മലദൈവ സങ്കല്പവുമുണ്ട്. വെറ്റില, അടയ്ക്ക, പുകയില എന്നിവയാണ് ഇവിടുത്തെ വഴിപാട്. വർഷം മുഴുവൻ പൂത്തു നിൽക്കുന്ന കണിക്കുന്ന ഈ ക്ഷേത്രത്തിൽ മാത്രം കാണുവാൻ കഴിയുന്ന കൗതുകരമായ കാഴ്ചയാണ്. മകരമാസത്തിലെ മകരപ്പൊങ്കാല എന്ന പൊങ്കാല ഉത്സവം വളരെ പ്രധാനമാണ്. ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി, മലയാള മാസത്തിലെ 1-ാം തീയതി, നവരാത്രി ദിനങ്ങൾ എന്നിവ വളരെ വിപുലമായി ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. കുംഭമാസത്തിലെ തിരുവാതിരയ്ക്ക് കൊടിയേറി 11 ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. 10-ാം ദിവസം പള്ളിവേട്ടയും തുടർന്ന് 11-ാം ദിവസം ആറാട്ടുമാണ്. ഉത്സവത്തോടനുബന്ധിച്ച് ചമയവിളക്ക്, പൂരാഘോഷം തുടങ്ങി അനുഷ്ഠാന ചടങ്ങുകളുമുണ്ട്. വെറ്റില, അടയ്ക്ക, പുകയില സമർപ്പണവും രക്തപുഷ്പാഞ്ജലി, തൂണിയരി പായസം, കോഴിയെ നടക്കി വയ്ക്കൽ, ചുവന്ന പട്ട്, മഞ്ഞൾ അഭിഷേകം എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റു വഴിപാടുകൾ. എല്ലാ തിരുവാതിര നാളിലും നമ്മുടെ ആവലാതികളും ദുഃഖങ്ങളും അമ്മയോട് പറയുവാനായി ഭക്തർക്ക് വിളക്കെടുപ്പ് നേർച്ചയിൽ പങ്കെടുക്കാം. ഉത്സവ ദിനങ്ങളിൽ പ്രത്യേകിച്ച് ദിനവും ഈ വിളക്കെടുപ്പ് നടത്തുവാനുള്ള സൗകര്യം ക്ഷേത്ര അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീഭക്തർ തങ്ങളുടെ തലയ്ക്കുഴിഞ്ഞ് ദേവിയുടെ കൊടിമരച്ചുവട്ടിലുള്ള മഞ്ചാടി നടയിൽ മഞ്ചാടിക്കുരുക്കൽ പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നൊരു വഴിപാട് കാണുവാൻ കഴിയും. മുലപ്പാൽ വർധനവിനും കേശവർദ്ധനവിനും വിനാശങ്ങൾ അകറ്റുവാനും ഒക്കെ വേണ്ടി ഈ വഴിപാട് നേർച്ച ചെയ്യുന്നവരിലാണ് അധികവും.
രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 5 മുതൽ രാത്രി 8 മണി വരെയുമാണ് സന്ദർശന സമയം. പത്തനംതിട്ടയിൽ നിന്നും സ്വകാര്യ ബസ്സുകളും KSRT ബസ്സും ക്ഷേത്രത്തിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മനസ്സലിയുന്ന ദേവിയാണ് മലയാലപ്പുഴ അമ്മയെന്നാണ് വിശ്വാസം. അമ്മയുടെ അടുത്തെത്തി പ്രാർത്ഥിച്ചാൽ നമ്മുടെ എന്ത് ആഗ്രഹവും സഫലമാക്കുമത്രേ. തുടർച്ചയായി 7 ചൊവ്വാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ ഇവിടെ ദേവിയെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യവും ഐശ്വര്യവും ഉണ്ടാകും എന്നൊരു വിശ്വാസം പരക്കെയുണ്ട്. അപ്പോൾ അമ്മയുടെ നടയിലെ ദർശനഭാഗ്യം മന്ത്രയെപ്പോലെ ഓരോ വിശ്വാസികൾക്കും ലഭിക്കുമാറാകട്ടെ. ഏവർക്കും നന്മകളുണ്ടാകട്ടെ.